ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ലഞ്ച് പ്രിപ്പറേഷനോട് കൂടിയിട്ടാണ് നമ്മളുടെ വീഡിയോ ആരംഭിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു മുട്ടക്കറിയാണ്. നമ്മൾ ഇരുമ്പുളി വെച്ചിട്ടാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ ഒരു സമയത്തൊക്കെ ഇരുമ്പുളി ധാരാളമായിട്ട് എല്ലാ വീടുകളിലും കാണുന്നുണ്ട്. അപ്പോൾ ഞാനും ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ ഇരുമ്പുളി. അപ്പോൾ ഇരുമ്പുളി ആവശ്യത്തിന് പുളിക്കനുസരിച്ച് നീളിന് നീളിന് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ പച്ചമുളകുണ്ട്. പച്ചമുളകാണ് നമ്മുടെ കറിയുടെ എരിവിൻ്റെ ഒരു ഹൈലൈറ്റും ചൊടി എന്ന് പറയുന്നത്. പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പൊടികൾ ചേർക്കാം. പൊടികൾ ഈ കറിയുടെ കളർ എന്ന് പറയുന്നത് മഞ്ഞ കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി അത്യാവശ്യം ചേർന്നിട്ടുണ്ട്. പിന്നെ മഞ്ഞ കളറിനൊരു കോമ്പിനേഷൻ ഒരു ബാലൻസ് വരാനായിട്ട് മാത്രം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നാളികേരം അരച്ചിട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ അതിനൊരു ഇത്തിരിയും കൂടെ തിക്നെസ്സിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാളികേരം അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ നാളികേരം അരച്ചിട്ടുള്ള കറികൾ ചേർക്കുമ്പോൾ നാളികേരം നന്നായി തന്നെ അരയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ കറി ചോറിലോട്ട് ഒഴിക്കുമ്പോൾ ആ ഒരു പിരിപിരിപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ നല്ല വെണ്ണ പോലെ എന്ന് പറഞ്ഞാൽ അത്ര തന്നെ അരഞ്ഞാലാണ് നമ്മുടെ കറിക്ക് ആ ഒരു ഭംഗിയും ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ നാളികേരം അരച്ച കറി സ്വാഭാവികമായിട്ടും നല്ല കട്ടിയായിട്ട് തന്നെ വരും. പിന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളവും ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പും ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യണം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ കറിയും കൂടിയാണ് കേട്ടോ ഈ ഒരു മുട്ടക്കറി എന്ന് പറയുന്നത്. അപ്പോൾ നാളികേരം പാല് പിഴിഞ്ഞ് ഒഴിച്ച് വെക്കാം നമുക്ക്. നാളികേരം അരച്ചിട്ടാണെങ്കിലും ഈ കറി വെക്കാം. നാളികേരം പാല് പിഴിയുമ്പോൾ നമ്മൾ ആദ്യം രണ്ടാം പാൽ ഒഴിച്ച് തിളപ്പിച്ചതിനൊക്കെ ശേഷം ഒന്നാം പാൽ ഒഴിച്ച് അങ്ങനെയൊക്കെ വെക്കാം. അപ്പോൾ നാളികേരത്തിൻ്റെ കറികൾ വെക്കുമ്പോൾ അത് വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നാളികേരപ്പാലിൻ്റെ കറികൾ പിരിയാതിരിക്കാനായിട്ട് അതൊന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ എൻ്റെ ചോറൊക്കെ ദേ വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ കുക്കറിലാണ് കുറേ വർഷങ്ങളായിട്ട് ചോറ് വെക്കുന്നത്. കാരണം നമ്മൾ ഗ്യാസുമ്മയാണല്ലോ. അപ്പോൾ ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ ജയ അരിയാണ് കേട്ടോ ഇവിടെ വന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനൊരു മീഡിയം തീയിലൊക്കെ വെച്ചിട്ട് ഒരു 3 വിസിൽ വരുമ്പോൾ കുക്കർ ഓഫ് ചെയ്തിടും. അത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നല്ല തിളപ്പിച്ച വെള്ളം ധാരാളമായിട്ട് ഒഴിച്ച് ചോറ് ഊറ്റി ഇതുപോലെ എടുക്കും. അങ്ങനെയാണ് കുറേ വർഷങ്ങളായിട്ട് ഞാനിവിടെ ചോറ് വെക്കുന്ന കാര്യങ്ങൾ ചെയ്യാറുള്ളത്. പലരും പറയാറുണ്ട് കുക്കറിൽ വെച്ച് ചോറിന് വഴുവഴുപ്പായിട്ട് ഫീൽ ചെയ്യുന്നൊക്കെ. ഇതുപോലെ ചെയ്ത് ധാരാളം നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഊറ്റിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ചോറിന് ഒരു കുഴപ്പമില്ലാതെ രാത്രി വരെയും നമ്മുടെ ചോറ് ഒരു കുഴപ്പമില്ലാതെ തന്നെ ഇരുന്നോളൂ ട്ടോ. അപ്പോൾ ഇന്ന് ചീരത്തോരൻ വെക്കണം. അപ്പോൾ ചീരത്തോരൻ വെക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. നല്ല കുരുകുരുന്നനെ അരിഞ്ഞിട്ടുള്ള ഒരു സവാളയും കുറച്ച് പച്ചമുളകും ഇട്ടിട്ടുണ്ട് ട്ടോ. കറിവേപ്പില ഞാൻ സാധാരണ ചീരത്തോരൻ വെക്കുമ്പോൾ ഇടാറില്ല. ഇട്ടാൽ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തൊന്ന് വഴറ്റി കഴിയുമ്പോൾ പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എരിവിന് പച്ചമുളക് മാത്രം തന്നെ ചേർക്കുന്നുള്ളൂ ട്ടോ. നമ്മളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചീരയാണ്. നമ്മുടെ വീടിന് അങ്ങനെ അധികം സ്ഥലമൊന്നുമില്ല. ഉള്ള സ്ഥലത്തിൽ നല്ലോണം ചീര ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൻ്റെ ഉണ്ടാവുന്ന ചീരയാകുമ്പോൾ നല്ല നാടൻ ചീരയല്ലേ, ഒരു പ്രത്യേക ടേസ്റ്റാണ് ചീരയ്ക്ക്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചീര ധാരാളം മേടിക്കാൻ കിട്ടുന്ന സമയം തന്നെയാണ് കേട്ടോ. അപ്പോൾ ചീര ഞാൻ തലേദിവസം തന്നെ അരിഞ്ഞ് കഴുകി അരിഞ്ഞതിന് ശേഷം നന്നായി കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഇതുപോലെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീര അരിയുമ്പോൾ ചീരയുടെ ഇലയാണെങ്കിലും തണ്ടാണെങ്കിലും വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് എന്താ പറയുക വെന്ത് കിട്ടും. അല്ലെങ്കിൽ ചീരയുടെ ഇല പെട്ടെന്നാവും. തണ്ട് വേവാനായിട്ട് ഇത്തിരി സമയം കൂടി എടുക്കും. അപ്പോൾ തണ്ടാണെങ്കിലും വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം ട്ടോ. അപ്പോൾ ചീരയൊക്കെ തോരൻ വെക്കുമ്പോൾ ഈ ഇലക്കറികളൊക്കെ തോരൻ വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കണ്ട് അപ്പോൾ തന്നെ ഉപ്പിട്ടാൽ വളരെ ഉപ്പ് കയറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മൂടി വെച്ചതിന് ശേഷം പിന്നെ തുറന്ന് നോക്കുമ്പോഴേക്കും അതൊന്ന് ആവി കൊണ്ട് ചുങ്ങിയിട്ടുണ്ടാവും. ഈ ഒരു സമയം കൊണ്ട് കണക്കാക്കിയിട്ട് ഉപ്പ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ കണ്ണിൽ കാണുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉപ്പിട്ട് പോയാൽ ഉപ്പ് വളരെ കൂടിപ്പോവും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒന്ന് അടച്ച് വെക്കും. അത് കഴിഞ്ഞൊന്ന് അതിൻ്റെ ചൂടൊക്കെ കയറി ഒന്ന് ചുങ്ങിക്കഴിയുമ്പോൾ ഈ ഒരു സംഭവം നമ്മൾ കണ്ടതിൻ്റെ 1/4 ഭാഗമാവും. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. അങ്ങനെ ചീര വേവാനായിട്ട് പിന്നെ അധികം നേരമൊന്നുമില്ല. ചീരത്തോരൻ വെക്കാന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അത് കഴിഞ്ഞ് നമുക്കതിൽ നാളികേരമൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചീരത്തോരൻ റെഡിയായി. ചീരത്തോരൻ വെക്കുമ്പോഴത്തെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പറയാ മണ്ണ് ധാരാളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇലകളാണെങ്കിലും തണ്ടാണെങ്കിലും നന്നായി ധാരാളം വെള്ളത്തിൽ തന്നെ നന്നായി അലമ്പി കഴുകി എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. പിന്നെ ചീരയുടെ പുഴുക്കുത്തുള്ള ചീരയുടെ ഇലകളൊക്കെ കളയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ തണ്ടാണെങ്കിലും ഇലയാണെങ്കിലും വളരെ നൈസായിട്ട്
അരിഞ്ഞു കഴിഞ്ഞാൽ. അത്രയൊക്കെയാണ് ചീരയുടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ തോരൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇതേപോലെ പാത്രത്തിലേക്ക് മാറ്റി വെക്കും കേട്ടോ. വലിയ പാത്രത്തിലെ കുറച്ച് കറിയായിട്ട് ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ചെറിയ പാത്രത്തിൽ നിറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഇപ്പൊ പലരും വിചാരിക്കും ഈ ഇത്താപ്പത്തെ പാത്രം എന്തിനാണ് എടുക്കണേന്ന്. അപ്പൊ ഇതിലാവുമ്പോൾ നല്ല നിറഞ്ഞിരിക്കുമ്പോൾ അത് കാണാനൊരു ഭംഗിയും എന്താ പറയാ അതിനൊരു സംതൃപ്തിയാണ്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോൾ തോരനൊക്കെ റെഡി ആയി കഴിഞ്ഞ് ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ പാനൊക്കെ കഴുകി വെക്കാലോ. ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കൽ എങ്ങനെയും പിന്നെ ഇത് രാത്രിയും ഒന്ന് ചൂടാക്കാനായിട്ട് ഇത് ഇതുപോലെ തന്നെ വെക്കുള്ളൂ കേട്ടോ. അപ്പൊ ചീരത്തോരൻ ഇവിടെ മക്കൾക്കും നല്ല ഇഷ്ടമാണ്. ചീര പരിപ്പിട്ടിട്ടായാലും മുട്ടയിട്ടിട്ടായാലും ഒക്കെ നമ്മൾ വെക്കാറുണ്ട് കേട്ടോ. അപ്പൊ ദേ നമ്മളുടെ ഇരുമ്പുളി ഇട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന കറി ഇങ്ങനെ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പൊ ഞാനത് വിചാരിച്ചു ഒന്നും കൂടെ വറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചു. ദേ ഇരുമ്പുളിയൊക്കെ വെന്തുണ്ട്, അതിന്റെ കളറൊക്കെ മാറി. അപ്പൊ ഞാന് ഉച്ചതിരിഞ്ഞ് സുഗിയൻ ഉണ്ടാക്കണം എന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ചെറുപയർ ഒരു 3 വിസില് വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറുപയർ കുക്കറിലിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3 വിസില് ആകാൻ പാകത്തിന് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ട്ടോ. അപ്പൊ അതില് കുറച്ച് വെള്ളത്തിന്റെ അംശമുണ്ട്. അപ്പൊ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാണ്. വെള്ളം ഒന്ന് വറ്റി ഒന്ന് കുറുതായി വന്നപ്പോ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സുഗിയൻ ഇവിടെ മോനും എനിക്കും നല്ല ഇഷ്ടമാണ്. ചെറുപയറ് ഒരുപാട് ഗുണങ്ങളുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് ചെറുപയറ് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇതുപോലെയൊക്കെ ആയിട്ടും കറിയായിട്ടും ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ പോഷക ആഹാരത്തിന്റെ ഒരു ഭാഗമാണ് ചെറുപയറ്. അപ്പോൾ ചെറുപയറൊക്കെ നന്നായി വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ശർക്കര നീര് ചേർക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ മധുരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വേവ് കല്ലച്ച് പോകും. പിന്നെ അത് വേവില്ല. അപ്പൊ അതുകൊണ്ട് ചെറുപയറൊക്കെ നന്നായി വെന്ത് അതിലെ വെള്ളമൊക്കെ വറ്റി നാളികേരവും ചേർത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ ശർക്കര നീര് ഒഴിച്ച് കൊടുക്കുകയാണ്. ശർക്കര നീര് ഒഴിച്ച് കുറച്ച് നേരം അതങ്ങനെ കിടക്കട്ടെ. കാരണം നമ്മുടെ പയറിന്റെ ഉള്ളിലേക്ക് ആ ഒരു മധുരത്തിന്റെ അംശമൊക്കെ കയറാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ പൊടികളായിട്ടുള്ള എന്താണ് നമ്മളുടെ ഏലക്കായുടെ പൊടി, ജീരകത്തിന്റെ പൊടി, പിന്നെ ചുക്കുപൊടി. ഇത്രയും കാര്യങ്ങൾ. ശർക്കര ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊരു കാര്യം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന 3 പൊടികളാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ച് അടപ്രഥമൻ, പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ 3 പൊടികളും ചേരുമ്പോഴാണ് അതിന് നല്ല ഒരു സ്മെൽ ഉണ്ടാവുക. അതിന് ഒരുപാട് ആരോഗ്യവശ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ചുക്കുപൊടി ആയാലും ജീരകത്തിന്റെ പൊടി ആയാലും ഇതിലൊക്കെ ചേർക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ കറിയൊക്കെ ഒന്ന് വറ്റി നല്ല കുറുതായി വന്നിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. നമ്മൾ അങ്ങനെ വെച്ച് ആ കറി ഒന്ന് കുറുതായി അത്രേ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് മുട്ട പുഴുങ്ങി ഒന്ന് വരഞ്ഞ് അതിലിട്ടിട്ടുണ്ട്. 3 ആളല്ലേ നമ്മളുള്ളൂ. അപ്പൊ 3 മുട്ട. ഇനി രാത്രി കഴിക്കുമ്പോഴും മുട്ട ഇടണമെന്നുണ്ടെങ്കിൽ അന്നേരം നമ്മൾ പുഴുങ്ങി ഞാൻ കുറച്ച് നേരത്തെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ പുഴുങ്ങി ഇതിലിടുള്ളൂ കേട്ടോ. ഇപ്പോഴേ തന്നെ രാത്രിക്കുള്ള മുട്ടയാണെങ്കിലും ഇതിൽ ഇടാറില്ല. അപ്പൊ അങ്ങനെ മുട്ട ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് താളിച്ച് വെക്കണം. കറി താളിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് നമ്മൾ മീൻകറിക്കൊക്കെ താളിക്കുന്ന പോലെ ചുവന്നുള്ളി ചെറിയ ചെറിയ വട്ടത്തിലാക്കി കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അത് നന്നായി മൂത്ത് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കത് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അത് ഇത്തിരി സമയം പിടിക്കുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇത് എന്താ ഇങ്ങനെ വരാത്തേന്ന് പ്രതീക്ഷിക്കണ്ട. അത് ഇത്തിരി സമയം എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു കളറിലേക്ക് എത്തുള്ളൂ. അത് കഴിഞ്ഞ് ഒരു ഭംഗിക്ക് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ലൊരു ഭംഗിയായി. അപ്പോൾ ഉച്ചയ്ക്ക് ഊണിനുള്ള വിഭവങ്ങൾ എന്ന് ശരിയായി. എന്തൊരു പെട്ടെന്നാ. ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾ കാണുന്ന അതേ ഒരു സമയത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഈ കറിക്ക് ലഞ്ചിന് പ്രിപ്പയർ ചെയ്യാൻ സമയം എടുത്തിരിക്കുന്നത്. അപ്പോൾ ദേ നമ്മളുടെ കറി കാച്ചിയ പാത്രത്തിൽ എന്തെങ്കിലും ഒരു വെളിച്ചെണ്ണയുടെ അംശം കൂടി ഉണ്ടെങ്കിൽ അത് നമ്മളുടെ കറിയിലോട്ട് വീഴാൻ വേണ്ടിയിട്ടാണ് ഈ കറിയിൽ നിന്ന് കുറച്ച് ചാറെടുത്ത് അങ്ങോട്ടൊഴിച്ച് താളിച്ച് ഇങ്ങോട്ടൊഴിക്കുന്നത്. അതെനിക്ക് ആ ഒരു ശബ്ദവും ആ ഒരു കാര്യവും വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ നാളികേരം അരച്ച കറി ആയതുകൊണ്ട് ഇനി ഇരുന്ന് കട്ടയാവും എന്ന് ഞാൻ തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് വെള്ളം ലൂസ് ചേർക്കാം. പാൻസ് തയ്ക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ വീട്ടിൽ പോയി മമ്മി വെട്ടി തന്നു, ഞാൻ തന്നെ ഇത് തയ്ച്ചതാണ് കേട്ടോ. അപ്പൊ ഇതാണ് പാന്റ്. ഇതിപ്പോ ഇത്രയും വലിപ്പം കാണുന്ന നമ്മൾ ഇത് എന്തോരം വലിപ്പം. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിനി വള്ളി ഇട്ട് കഴിയുമ്പോഴത്തേന് ചുരുക്കി ചുരുക്കി ഇടുമ്പോൾ നമ്മുടെ അരയുടെ അവിടെ കറക്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് കാലൊക്കെ നല്ല ലൂസായിട്ട് കിട്ടും. നമുക്ക് ഇതിന് വള്ളി റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കാൻ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ വള്ളികൾ തയ്ച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാ പാൻറ്റും തയ്ച്ചാണ്. മാക്സിമം 2 മീറ്റർ തുണിയാണ് എടുത്തത്. അതിൻ്റെ മാക്സിമം ലൂസിലാണ് തയ്ച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ചുളിച്ചിടുമ്പോൾ നമുക്ക് നല്ലൊരു ലൂസായിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് ഈ വേനൽക്കാലത്ത് ഇടാനായിട്ട് സുഖമാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുർത്തകളുടെ ഇത്രയും കളറുള്ള പിങ്ക്, ക്രീം, പിന്നെ ഇതുപോലൊരു കളറ്, പിന്നെ ഒരു പച്ച, ഈ ആഷ് ബ്ലാക്ക്, ഇത്രയും കളർ ഉണ്ടെങ്കിൽ എൻ്റെ ഏകദേശം എല്ലാ കുർത്തകൾക്കും അടിയിലിടാനുള്ള കളർ മാച്ചായിട്ട് ഇത്രയും മതി.
അപ്പം ഞാൻ ഇങ്ങനെ തയ്ച്ചതാണ് കേട്ടത്. അപ്പം നമുക്ക് ചൂട് സമയത്തൊക്കെ ഇങ്ങനെ ലൂസ് പാൻസ് തയ്ച്ച് വെക്കുകയാണെങ്കിൽ സുഖമായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് മഴക്കാലമാകുമ്പോൾ വീണ്ടും നമ്മളുടെ ലെഗിൻസും നമ്മളുടെ സിഗരറ്റ് പാൻറ്റൊക്കെ ഇടാം. ഇതെടുത്ത് വയ്ക്കാം, അടുത്ത വർഷത്തെ ചൂട് കാലത്തിന് ഉപയോഗിക്കാം. കോമൺ കളേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയ കുർത്തകളൊക്കെ മേടിച്ചാലും ഏകദേശമൊക്കെ ഈ കളേഴ്സൊക്കെ തന്നെയായിട്ടായിരിക്കും നമ്മൾ മേടിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു കളർക്ക് ആ കുർത്തകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് മാച്ചിന് ഇടാനും പറ്റും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഊണ് വിളമ്പാം. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ നല്ല ചോറും മുട്ടക്കറിയും ചീരത്തോരനും പിന്നെ കുറച്ച് അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പൊ അച്ചാറ് ഞാന് നമ്മുടെ സാധാരണ നമ്മൾ ആ ചെറിയ കുപ്പികളിലാണ് ഇട്ട് വെക്കാറ്. അതിലോട്ട് മാറ്റിയിട്ടില്ല. ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് ഇപ്പൊ എക്സാം ഇല്ലാത്തത് കൊണ്ടും എക്സാം ഉള്ള ദിവസമാണെങ്കിലും അവർ ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോഴേക്കും 12:15 ആകുമ്പോഴേക്കും അവർ സ്കൂൾ വിട്ട് വരും. അപ്പൊ എന്നും ലഞ്ച് കഴിക്കുന്നത് വീട്ടിൽ വന്നിട്ടാണ്. അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മളിങ്ങനെ ആ നേരം കണ്ട് ചോറും കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂടോട് കൂടി നല്ല ഫ്രഷ് ആയിട്ടുള്ള കറി കഴിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധാരണ സ്കൂളിൽ കൊണ്ടുപോകുന്ന ദിവസങ്ങളിൽ ഭക്ഷണം കൊണ്ടുപോകുന്ന ദിവസങ്ങളിൽ അവരിപ്പോൾ ഒരു ലാസ്റ്റ് ഒക്കെ ആയിട്ട് ഏറെക്കുറെ ദിവസങ്ങളായിട്ടും അവർ ലഞ്ച് കൊണ്ടുപോകാറില്ല. സ്കൂളിൽ നിന്ന് ക്യാൻറ്റീനിൽ നിന്നാണ് കഴിക്കാറ്. 50 രൂപയാണ് ഒരാൾക്ക് ഊണ് കഴിക്കാനായിട്ട്. അതില് സാമ്പാറും മോരും എന്തെങ്കിലും തോരനും പപ്പടവും അച്ചാറും കൊണ്ടാട്ടമുളകും എല്ലാം ഉണ്ടാവും. അപ്പൊ അവർക്കങ്ങനെ ഉച്ചയ്ക്ക് അങ്ങനെ ഫ്രഷ് ആയിട്ട് ചൂടോട് കൂടിയ ഭക്ഷണം കിട്ടുമ്പോൾ അവർക്ക് അവിടെ നിന്ന് കഴിക്കാനാണ് ഇഷ്ടം. അപ്പൊ അവരങ്ങനെ തന്നെയാണ് കഴിക്കാറുള്ളതും. നമ്മള് രാവിലെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ചോറ് അവിടെ എത്തുമ്പോഴേക്കും ചൂടാറുന്നു എന്നുള്ള കംപ്ലൈന്റ് ഉള്ളത് കൊണ്ട്. പക്ഷെ വീട്ടില് ഉച്ചയ്ക്ക് വരാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ആണെങ്കില് വീട്ടിൽ വന്ന് ഇതുപോലെ അവർക്കിങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്ന് ഇഷ്ടമുള്ളവരാണ്. കാരണം നമ്മൾ ദുബായിലൊക്കെ താമസിച്ചിരുന്നപ്പോൾ ഈ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണങ്ങളും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വർഷങ്ങൾ അങ്ങനെ കഴിച്ചിട്ടൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് അല്ലേ? അതാണ് അങ്ങനെയാണ് വേണ്ടത്. അത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ സാധിക്കുമ്പോഴൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം അത്രമാത്രം. അപ്പൊ ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് ദേ നമ്മളുടെ ചെറുപയറൊക്കെ നന്നായിട്ട് ശർക്കര നീരൊക്കെ വറ്റി നല്ല മധുരമൊക്കെ പാകത്തിനായി ഇങ്ങനെ ഉരുള പിടിക്കാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ 4 മണിക്ക് ചായക്കുള്ള സുഗിയൻ ഉണ്ടാക്കാണ്. അപ്പൊ ഇതുപോലെ നമുക്കതിങ്ങനെ ഉരുള പിടിക്കാൻ പറ്റുന്ന പരുവത്തിലായിരിക്കണം. അപ്പൊ അങ്ങനെ ആദ്യം തന്നെ ഇതൊക്കെ ഉരുട്ടി ഉരുട്ടി നല്ല ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ കോട്ടിങ്ങിന് വേണ്ടത് തയ്യാറാക്കാം. നമ്മള് സാധാരണ പഴംപൊരിക്കൊക്കെ എങ്ങനെയാണോ കോട്ടിങ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ മൈദമാവാണ് അധികം എടുത്തിരിക്കുന്നത്. പിന്നെ അതിനൊരു കുറച്ചൊരു ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഉപ്പും പിന്നെ നമ്മളുടെ കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇങ്ങനെ കട്ടകൾ ഉടച്ച് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആദ്യം ഒരു തുണ്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താലും പറ്റും ട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഇതുപോലെ തന്നെ ആക്കിയെടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ കുറച്ച് കട്ടകളൊന്നും കുഴപ്പമില്ല. അത് അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാല് അതൊക്കെ കുതിർന്ന് ഇനി ഒരു പ്രാവശ്യം നമ്മൾ എടുത്ത് ഇളക്കുമ്പോഴേക്കും അത് നല്ല സ്മൂത്ത് ആയിട്ട് വന്നോളും. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ആക്കാറ്. ഇതിലൊരു തുള്ളി വെള്ളം കൂടെ ചേർക്കണം. ഇപ്പൊ അതിന് ഇത്തിരി കട്ട കൂടുതലാണ്. അപ്പൊ ദേ നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ വന്നപ്പോൾ ദേ നമ്മുടെ കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ല സ്മൂത്ത് ബാറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ പാത്രത്തിൽ എടുക്കാത്തതിന്റെ കാരണം ചെറിയ പാത്രത്തിലാവുമ്പോൾ നമ്മൾ ഇത്രയും മാവ് എടുക്കുള്ളൂ. വലിയ പാത്രത്തിലാവുമ്പോൾ നമ്മൾ ആ പാത്രത്തിനനുസരിച്ച് മാവ് എടുക്കും. ആ മാവ് മുഴുവൻ അവസാനം വേസ്റ്റ് ആവും. ഇപ്പൊ കണ്ടോ? ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലാവുമ്പോൾ നമുക്ക് ആ ബോളുകൾ എടുത്ത് അതിലിട്ട് കഴിഞ്ഞാല് കൃത്യം പാകത്തിന് ഒരു ബോള് ഇറങ്ങി പോകാൻ പാകത്തിനുള്ള പാത്രാണിത്. അപ്പൊ നമുക്ക് ആ മാവ് ഒട്ടും വേസ്റ്റ് ആക്കാതെ എല്ലാം ഉപയോഗിക്കാനും പറ്റും. ഇനിയിപ്പോ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരു വളരെ കുറച്ച് മാവ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അത് ഞാൻ അങ്ങനെ തന്നെ വെളിച്ചെണ്ണയിൽ കുറച്ചും കൂടെ മധുരം ചേർത്ത് വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഈ വെളിച്ചെണ്ണപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഒന്ന് അങ്ങനെ ആക്കി എടുക്കും ട്ടോ. അത് മേരിക്ക് ഇഷ്ടാണ് അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പൊ അത് മേരി കഴിക്കും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഓരോരോ ബോളുകളായിട്ട് ഇട്ടിട്ട് സുഗിയൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്കും മോനും ഭയങ്കര ഇഷ്ടമാണ് സുഗിയൻ കഴിക്കാനായിട്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരെണ്ണത്തിന് എനിക്ക് തോന്നുന്നു 12 രൂപയോ 15 രൂപയൊക്കെയാണ് ഒരെണ്ണത്തിന്റെ വില. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവൂലേ. ഇപ്പോൾ പരിപ്പ് വട, ഉഴുന്നുവട, സുഗിയൻ, പിന്നെ ഉള്ളിവട ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പഴംപൊരി, ഇതൊക്കെ എനിക്ക് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോഴാണ് കേട്ടോ. ഇതിനാണെങ്കിൽ അധികം പണിയുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ രാവിലെ ഇങ്ങനെ ഇതിന്റെ ഒരു ഫില്ലിങ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ 4 മണിയാകുമ്പോൾ നമുക്ക് ദേ ഈ ഒരു മാവാണെങ്കിൽ നമുക്ക് നേരത്തെ കലക്കി വെക്കാം. രാവിലത്തെ പണികളുടെ കൂടെ ഉച്ചവരെയുള്ള പണികളുടെ കൂടെ നമുക്ക് ഇതൊക്കെ ചെയ്ത് വെക്കാവുന്നുള്ളൂ. ചായ കുടിക്കണ നേരമാകുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ട് വറുത്തെടുക്കാം.
ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് ആ പലഹാരവും ആവും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ സുഗിയനൊക്കെ ഉണ്ടാക്കി ഇനി നല്ല കട്ടൻ ചായയും കൂട്ടിയിട്ട് ഇതങ്ങോട്ട് കഴിക്കുക. അതാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ ചായ കുടിക്കാനായിട്ട് റെഡി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് സുഗിയനാണ്. കട്ടൻ ചായയും നല്ല കോമ്പിനേഷൻ അല്ലേ? ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഞാൻ ഇണ്ടാക്കാൻ അറിയില്ലായ്കയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കൊറോണ കാലത്താണ് ട്ടോ ഇതൊക്കെ ഇണ്ടാക്കി, ഇണ്ടാക്കി, ഇണ്ടാക്കി തെളിഞ്ഞത്. കാരണം ആ ഒരു സമയത്ത് നമ്മള് ജോലിക്ക് ആരും പോകുന്നില്ല. എല്ലാവരും വീട്ടിലുണ്ട്. കാര്യം പറഞ്ഞാല് ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആണ്. കുറേ ആളുകള് മരിച്ചതും, കുറേ ആളുകള് വേദനിക്കുന്ന കാലഘട്ടമായിരുന്നെങ്കിലും, നമ്മള് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ കിട്ടിയ ഒരു വലിയൊരു അവസരം കൂടിയാണ് ഓരോ എന്താ പറയാ കോവിഡ് കാലം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്തൊക്കെയാണ് ഓരോ ദിവസം ഉള്ളിവടയായിട്ടും, സുഖിയനായിട്ടും, പരിപ്പ് വടയായിട്ടും അങ്ങനെ ഉണ്ടാക്കേണ്ട എല്ലാത്തരം പലഹാരങ്ങളും ഇതുപോലുള്ള നാടൻ പലഹാരങ്ങള് എല്ലാ ദിവസവും 4 മണിക്ക് ഉണ്ടാക്കാറുണ്ട് ട്ടോ. അങ്ങനെയാണ് ഞാനിത് പയറ്റി തെളിഞ്ഞത്. ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ആദ്യാദ്യമൊക്കെ ഉണ്ടാക്കുമ്പോ ചിലപ്പോ ചില തെറ്റുകുറ്റങ്ങൾ വരും. എന്നാലും കുഴപ്പമില്ല. വീണ്ടും വീണ്ടും ഉണ്ടാക്കുക. അത് എല്ലാ കാര്യങ്ങളായാലും അങ്ങനെയല്ലല്ലേ. പരിശ്രമത്തിനൊടുവിലാണ് നമുക്കൊരു വിജയം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ഞങ്ങള് ഇവിടെ ഇരുന്ന് ചായ കുടിക്കാണ്. അപ്പൊ അധികം വെയിലൊന്നും ഇല്ല ട്ടോ ഇങ്ങോട്ട്. നമുക്കവിടെ ഗ്ലാസ് അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കധികം വെയിലൊന്നുമില്ല. പിന്നെ അവിടെ ഹാളില് ഫാനുകളൊക്കെ ഇട്ട് വെച്ചാല് ബാൽക്കണിയിലേക്ക് നല്ല കാറ്റും കിട്ടും. അപ്പൊ അങ്ങനെ ഞങ്ങള് ചായ കുടിക്കാണ്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ മക്കളുടെ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ചില ഓർമ്മകളും അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ സമ്മാനങ്ങളുമാണ് എന്ത് ഇതൊക്കെ. നമ്മുടെ മക്കൾക്ക് വലിയ വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെയുള്ള ചില മൊമെന്റ്സ് അവരുടെ ജീവിതത്തിൽ അവരെന്നും ഓർക്കാനിടയാകും. അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസം. ഇനി പരീക്ഷാകാലം ആയതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് എഴുന്നേറ്റാല് ഇനി കുറച്ചു നേരം മോന്റെ കൂടെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞാല് ഈവനിങ് ഇനി പഠിക്കാനിരിക്കുക, പിന്നെ ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോകും. അപ്പോൾ ഞങ്ങളുടെ ദിവസം ഇങ്ങനെയായിരുന്നു. ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.